ഇതുപോലെ തലതിരിഞ്ഞ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞാൽ നമുക്കതിൽ എന്നാ പറയുന്നത്? അഭിപ്രായം കൂടിപ്പോയി പറഞ്ഞത് കറക്റ്റാ. ആണുങ്ങൾ കാലഘട്ടത്തിൽ ഇവരെങ്ങനെ ജീവിക്കും? അങ്ങനെയാണ് അവർ പറയുന്നത്. ഞാനിന്ന് നിൽക്കുന്നത് കോട്ടയം ടൗണിലാണ്. കലയ്ക്ക് നിറമുണ്ടോ, ജാതിയുണ്ടോ, മതമുണ്ടോ എന്ന ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് കോട്ടയം നിവാസികളോട് നമുക്ക് അതിൻ്റെ മറുപടി ചോദിച്ചേക്കാം. വിവാഹ കാര്യങ്ങളൊന്നും തന്നെ ഈ വന്ന കാലത്ത് ഇത്രയും കാലമായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ ഇത് എവിടുന്ന് ഉടലെടുത്തു എന്നുള്ളത് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യവും കൂടാണ്. പിന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരൻ അവൻ്റെ കഴിവുകൊണ്ടാണ് കലാകാരനാകുന്നത്. അത് നിറം കൊണ്ടും വർണ്ണം കൊണ്ടും അതുപോലെ തന്നെ ജാതി കൊണ്ടും ഇൻസൾട്ട് ചെയ്യുന്നത് സത്യഭാമയെ പോലുള്ള വിഡ്ഢിയോടെ ജീവിക്കുന്ന പടുവിഡ്ഢിയായ ഒരു സ്ത്രീയുടെ വെറും ജൽപ്പനം മാത്രമാണെന്നാണ് എന്നെപ്പോലുള്ള ഒരാളുടെ ചിന്താഗതി. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമോ ജാതിയോ മതമോ എന്തു ആവട്ടെ അത് അവനവൻ്റെ മനസ്സിൽ വെക്കുക ആകാവൂ. ഇന്ന് വരുന്ന ഒരു നല്ല ശതമാനം ആളുകളുടെ ഉള്ളിൽ ഈ വികാരം ഉണ്ട്. പക്ഷേ ഇതാരും തന്നെ പുറത്ത് ഇത്ര കൃത്യമായിട്ട് അവതരിപ്പിക്കാറില്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് കവച്ച് വെക്കുന്നതിനെ പറ്റി അവർ ചിന്തിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണെന്നുള്ളതാണ് ഇവരുടെ വാക്കിൽ നിന്നും തെളിയിക്കുന്നത്. അല്ലാതെ കണ്ട് നമുക്കിതേപ്പറ്റി കൂടുതൽ പറഞ്ഞ് ഒരു സംവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ ജനം ഇവർക്കെതിരെ ശക്തമായി പ്രതികരിക്കും. ഇവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയല്ല, യോഗ്യത ഇവരുടെ മുഖസൗന്ദര്യത്തിലല്ല. 65, 66 വയസ്സ് 70 വയസ്സായ ഈ പടുകളവി തള്ളയ്ക്ക് ഇത്ര ഒരു ബോധം എവിടുന്ന് കിട്ടി, ആരിൽ നിന്ന് കിട്ടി? യാതൊരു കാലത്ത് പോലും ഇല്ലാത്ത ഒരു വികാരം ഈ സ്ത്രീയിൽ എങ്ങനെ ഉണ്ടായി എന്നത് ഇവിടുത്തെ ജനം തിരിച്ചറിയണം. കാരണം ജാതിയും മതവും ഈ ലോകമുള്ളിടത്തോളം കാലം മുന്നോട്ട് പോകും. കാരണം ഇന്ന് അതിന് പ്രശസ്തി കൂടിയിരിക്കാം മുൻപത്തേനേക്കാളും. അതുകൊണ്ട് തന്നെ അവരത് പറഞ്ഞത് അവരുടെ വികാരമായിരിക്കാം. പക്ഷേ ആ വികാരം അവരുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക. പുറത്തോട്ടെടുത്താൽ എടി പൊന്നു മോളെ നീയൊന്നും ഇവിടെ കിളച്ച് പിടിക്കത്തില്ലെന്ന് പറയാൻ ഇന്ന് അവൻ്റെ വർഗ്ഗക്കാർ തന്നെ ഉണ്ട് എന്ന് നീ സൂക്ഷ്മം മനസ്സിലാക്കിക്കും. നമ്മുടെ ഓരോരുത്തരുടെ ലിസ്റ്റ് അതിനകത്ത് ചെറിയ അതിനകത്ത് അതിൻ്റെ പെർഫോമൻസ് ആണ്, അതിൻ്റെ കഴിവിനകത്താണ് ഏറ്റവും വലിയ പ്രാധാന്യം. നിറത്തിനകത്തോ ജാതിക്കകത്തോ മതത്തിനകത്തോ അതിൻ്റെ വർണ്ണമോ ഒന്നും അതിനകത്ത് വരാൻ സാധിക്കത്തില്ലെന്ന് അവർ അങ്ങനെ വരുന്നത് ശരിയല്ല. ആ ഒരു ധാരണ തെറ്റാണ്. കഴിവുള്ളവനെ ജനം അംഗീകരിക്കും. ഇവിടെയെല്ലാം അതിനേറ്റവും ഒരു ഉദാഹരണമാണ് കലാഭവൻ മണി തന്നെ ഈ ഉദാഹരണം, ഏറ്റവും വലിയ ഉദാഹരണം. അതായത് നല്ലൊരു മനസ്സിനുള്ള പുള്ളി കറുത്താണെങ്കിൽ പോലും പുള്ളി നല്ലൊരു മനസ്സിനുടമയാണ്. അല്ല പുള്ളിയുടെ മനസ്സ് വെളുപ്പാണ്. അങ്ങനെ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. അതായത് മറ്റൊരു കലാകാരനെ വേറൊരു കലാകാരനെ ഉയർത്തിക്കൊണ്ട് വരിക, അവൻ്റെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അവനത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന രീതിയിൽ ഇച്ചിരി കൂടെ മികവുറ്റതാക്കണം എന്നുള്ളത് പറഞ്ഞ് ആ രീതി വേണം കൊണ്ടുവരാൻ. അതിനെപ്പറ്റി എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കലാകാരനെ സംബന്ധിച്ച് ഒരിക്കലും പറ്റില്ല. പ്രത്യേകിച്ച് പുള്ളിക്കാരൻ്റെ ഒരു കലാമണ്ഡലത്തിലെ ഒരു ടീച്ചറാണ്, ഒരു നൃത്താധ്യാപിക, ഒരു അധ്യാപിക. ഇപ്പോൾ ഏതൊരു ഫീൽഡിലാണ് ഒരു മറ്റേതൊക്കെ ഒരു അധ്യാപിക എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെ നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് ഉന്നതങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്നാലുള്ള ആ കുട്ടിക്കും അല്ലെങ്കിൽ അതുപോലെ തന്നെ അധ്യാപകർക്കും ഒരു വലിയൊരു ഇതുണ്ടാക്കുക അല്ലേ. ഇതൊക്കെ പിന്നെ വേറെ ഉണ്ട്. കല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. ദൈവത്തിൻ്റെ ഒരു വരദാനം. അത് ജന്മനാൽ കിട്ടുന്ന ഒരു കഴിവോ അങ്ങനെ ഒരു കാര്യം. അത് ഒരു അങ്ങനെ കിട്ടുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ കിട്ടാത്ത ഒത്തിരി ആൾക്കാർ അല്ലേ. ജന്മന അപ്പം അല്ലെങ്കിൽ മാതാപിതാക്കൾ വലിയ കലാപരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മക്കൾ അങ്ങനെ ആയിട്ടുള്ളതെന്നില്ല. പക്ഷെ ആ സമൂഹത്തിൽ അവരെ അംഗീകരിക്കുക, അതിന് ജാതിയോ മതമോ ഒന്നും അതിനകത്ത് നോക്കരുത്. ഒരിക്കലും അങ്ങനെ നോക്കരുത്. അത് തെറ്റായ ധാരണയാണ്. ഓക്കെ, കലയ്ക്ക് ജാതിയും മതമൊന്നും ഇതുവരെ ആയിട്ടും ഇല്ലായിരുന്നു. ഇപ്പം കലാമണ്ഡലത്തിൽ അവരുടെ പേരെന്നാ സത്യഭാമ. സത്യഭാമ
ഇപ്പം അവർ പറഞ്ഞതനുസരിച്ച് ഇപ്പം എല്ലാവരും അങ്ങനെ പറയൂ. അവരുടെ വിവരക്കേടെന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യനെ ജാതിയും ഇതും നോക്കി കല നിശ്ചയിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നിറവും മതവും നിറമൊന്നും വിഷയമല്ല. മനുഷ്യന് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ എല്ലാവരും ഒരുപോലെ അല്ലാതെ ഒരാൾക്ക് ഇന്നതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും വേർതിരിച്ച് കാണാൻ പറ്റുന്ന കാലമല്ല. നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ജാതിയും മതമൊന്നും ഇല്ല, എല്ലാം വേണം, അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അവർ പറഞ്ഞിരിക്കുന്നത് പുരുഷൻ കാലകത്തി വെച്ച് ഡാൻസ് ചെയ്യാൻ പാടില്ല. ചേട്ടാ, അത് അവരുടെ വിവരക്കേടെന്നുള്ളൂ. അവരുടെ വിവരക്കേടെന്നുള്ളൂ. അല്ലാതെ ഇപ്പം നമുക്കിപ്പം എല്ലാവരെയും കുറ്റം പറയാൻ പറ്റുമോ? ഒരാളങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ബാക്കിയുള്ളവരെ എല്ലാവരെയും കുറ്റം പറയാൻ പറ്റുമോ? കലാഭവൻ ആരായിരുന്നു? അതും ഇതുപോലെ തന്നെയല്ലേ. എന്നിട്ട് ലാസ്റ്റ് അവൻ ആരായിരുന്നു? പിന്നെ ഇതിലൊന്നും വലിയ കഥയൊന്നും നമ്മൾ കാണുന്നില്ല. ഇത് പറഞ്ഞെങ്കിൽ അവർക്ക് പോയി. അല്ലാതെ സമൂഹത്തിൽ എല്ലാവരും കൂടെ കൂടി ഇപ്പോൾ അവരെ വെറുക്കുന്ന ഒരു സ്ഥിതി അവരായിട്ടുണ്ടാക്കി. അതിനെപ്പറ്റി ഇതുപോലെ തലതിരിഞ്ഞ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ എന്നാ പറയുന്നത്? നമുക്ക് അവരുടെ വിവരക്കേട് കൊണ്ട് അത് അങ്ങനെ സംസാരിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് ഞാനിപ്പോൾ അതിലെന്താ പറയുന്നത്? അവരവരുടെ അഭിപ്രായം ഓരോരു പറയുന്നു. അതായത് അഭിപ്രായം കൂടിപ്പോയി പറഞ്ഞത്. അതായത് ബുദ്ധി കൂടിയുണ്ടാ. അവരുടെ ഭാഷ വളരെ വളരെ മോശമാണ്. അങ്ങനെ സമൂഹത്തിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല, പാടില്ല. 100% കറക്റ്റാ. പിന്നെ ഇത് പറഞ്ഞവർക്ക് വിവരക്കേട് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് ചുമ്മാ ലഹള ഉണ്ടാക്കാമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മതങ്ങൾ തമ്മിൽ കല്ലിപ്പിക്കാം ആൾക്കാരെ. അതാണ് നടക്കുന്നത്. ഡാൻസ് എന്ന് പറയുന്ന സ്ത്രീയുടെ കുത്തക. അങ്ങനെ കുത്തക പറയാൻ പറ്റുമല്ല. ഇല്ലില്ല, ആണുങ്ങൾക്കും കളിക്കാം, പെണ്ണുങ്ങൾക്കും കളിക്കാം. അപ്പൊ അവര് പറയുന്നത് അതല്ലേ, അവിടെ ജാതിയോ മതമൊന്നും ഇല്ല. ആണുങ്ങൾ ഡാൻസ് കളിക്കുന്നില്ലേ? ആണുങ്ങൾ അകറ്റി വെക്കാൻ പാടില്ല എന്നാണ് തോന്നുന്നത്. ആണുങ്ങൾ കാലഘട്ടത്തിൽ ഇവരെങ്ങനെ ജീവിക്കും? അങ്ങനെയാണ് അവര് പറയുന്നത്. പുരുഷന്മാര് കാലകത്തി വെച്ച് ഡാൻസ് കളിക്കാൻ പാടില്ല. കാലും കൈ അനക്കാതെ എങ്ങനെ ഡാൻസ് കളിക്കുന്നത്? കാലും കൈ അനക്കാതെ ഒരിക്കലും ഡാൻസ് കളിക്കാൻ പറ്റുമല്ല. കളിക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. ഈ പറയുന്ന ആൾക്ക് പോലും കളിക്കാൻ പറ്റുമോ? ഒക്കത്തില്ല. അതൊക്കെ അവരുടെ മുട്ടാപ്പോക്കൊന്നല്ലാതെ അതിനകത്ത് വേറെ ഒന്നും പറയാൻ വിവാദങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ആണുങ്ങൾ മദ്യവയ്ക്കുന്നു, പെണ്ണുങ്ങൾ മദ്യവയ്ക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ മദ്യവയ്ക്കുന്നവരില്ലേ? എന്നാ പിന്നെ എന്തിനാ അവർ മദ്യവയ്ക്കുന്നു? ആളുകൾ ഡാൻസ് കളിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇത് സമൂഹത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി പേരെടുക്കുക. ഇതാണ് ഇതിനകത്തെ നമ്പർ 1 സംഗതി. അവരിങ്ങനെ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങൾ വഴിയും TV ചാനൽ വഴി എല്ലാം അവരുടെ പ്രസക്തി ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് അവരുടെ ഒരു ശൈലി. ഞാനങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. ശരിയാണ്. അല്ലെങ്കിൽ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യം. ഇതിപ്പോ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. എല്ലാം ഓരോ മനുഷ്യന്റെ മൗലിക അവകാശങ്ങളാണ്. ഏത് രീതിയിൽ പോകണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ കളിക്കണം, കലാകാരൻ എന്ന് പറഞ്ഞാൽ കഴിവാണ്. ഇപ്പൊ എല്ലാവർക്കും അതുപോലെ കഴിവ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അതൊക്കെ ജന്മം ഉണ്ടാകുന്ന കഴിവാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൂ. അതിനെ നിരാശപ്പെടുത്തരുത്. ജാതി മതമൊന്നുമില്ല. ഒരു ജാതി മതത്തിനും അവിടെ അധികാരമില്ല. എല്ലാവരും കലയ്ക്ക് ഒരു ജാതി മതമില്ല. അത് ഓരോരുത്തരുടെ വ്യക്തി സാധനം ഉണ്ടാക്കുന്ന ശരിയല്ലേ? മനുഷ്യന്മാരുടെ ജാതി ഇരിക്കുന്നത്. ദൈവം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ജാതി തിരിച്ച് ജീവിക്കാൻ? ഇല്ല. ദൈവം ജീവിക്കാൻ വേണ്ടി നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ച് തിരിച്ചു പോവാ. മനുഷ്യനാണ് ജാതി മതം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പുള്ളിക്കാരത്തിനെ സംബന്ധിച്ച് പുള്ളിക്കാരത്തിയുടെ ആ ഈഗോയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ജാതി മതം ഒന്നുമില്ല, കറുപ്പും വെളുപ്പും എല്ലാം ഒന്ന് ദൈവം തരുന്നു. ആ പുള്ളിക്കാരത്തേക്ക് നമ്മൾ വല്ലതും പറഞ്ഞപ്പോൾ കൂടിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഒന്നും പറയുന്നത് ഇതുകൊണ്ട് ഞാൻ നിർത്തുക. പുള്ളിക്കാരത്തെ വിവരക്കേട് പുള്ളിക്കാരനെ പിടിച്ച് പോറ്റിട്ടോ നമ്മൾ. എനിക്ക് അത്രേ പറയാനുള്ളൂ. അകത്താക്കണം. ഇങ്ങനെയുള്ളവരെയൊന്നും ഇങ്ങനത്തെ പറയുന്നവരെയൊന്നും നമ്മൾ ഒന്നിനും എന്നാ അവരോട് പറയേണ്ടത്? ഒരു സ്ത്രീയായി പോയി. വേറെ ആണുങ്ങളാണ് നമുക്ക് എന്തെങ്കിലും പറയാം. അത്രേ നമുക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. മോശമായ രീതിയിലുള്ള പെരുമാറ്റം ആരോടും അവരിനി പറയരുത്. ഇത്ര പ്രായത്തിൻ്റെ കൊണ്ടാണോ എന്നാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അവർ പിള്ളേരെ പഠിപ്പിച്ച് കറുത്തവരെ പഠിപ്പിച്ച് കാശ് മേടിക്കുന്നുണ്ട്. അതിന് കുഴപ്പമില്ല. അവർക്ക് മറ്റുള്ള സ്റ്റേജിൽ അവർക്ക് അവതരിപ്പിക്കാൻ മേല.
അതെന്ത് നടപടി? അവർ 3 നില കെട്ടിടം വെച്ചെന്ന് പറയുന്നത്. എങ്ങനെയാ ഉണ്ടാക്കിയത്? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ നമ്മളെ നാക്കങ്ങ് കയറിപ്പോ, അതുകൊണ്ട് പറയുന്നില്ല. ശരിയെന്നാ. ഓക്കെ.